ഇങ്ങനെയുള്ള ഓരോരുത്തരും വിളിക്കുമ്പോൾ അവർക്കൊക്കെ മനസ്സിലൊരു വിഷമമാണ്. 9 ദിവസം ഞങ്ങൾ എങ്ങനെ കഴിയും, ഞങ്ങൾ വരണോ? പക്ഷെ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറയാം, ഈ ബാച്ചിൽ ഇപ്പോൾ 12 പേരുണ്ട്. ഈ 12 പേരും ഫസ്റ്റിൽ എസ് പറഞ്ഞവരാണ്. ആരുടെ മുകളിൽ ഇത് നല്ലതാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയേണ്ട യാതൊരു ആവശ്യം വന്നില്ല. അവർ പറഞ്ഞു, സാർ ഞങ്ങളിതിൻ്റെ വീഡിയോ കണ്ടു, ഞങ്ങൾക്ക് ഈ ധ്യാനം കൂടണം. വളരെ നാളുകളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ധ്യാനമാണ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ധ്യാനം. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നാൽ വേറെ പലരും, ഏതാണ്ട് 10-25 പേരോട് സംസാരിച്ചു. അവരോട് പലരോടും ഇവിടുത്തെ റൊട്ടീൻ എന്താണ്, എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്ന് പറഞ്ഞു. പക്ഷെ ഫൈനലി അവരെത്തിയിട്ടില്ല. ഈ മക്കൾ ഇവിടെ എത്തി. ഇവിടെ വന്നിട്ട് ആദ്യത്തെ ദിവസം മുതൽ വളരെ സൈലൻ്റായിരുന്നു. ഇവരുടെ മുകളിലൊന്നും അധികം പറയേണ്ട ആവശ്യം വന്നില്ല, നിങ്ങൾ മിണ്ടല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഇവർ ഓരോന്നും വിശുദ്ധ ബലി ആയാലും മറ്റ് ശുശ്രൂഷകളിലെല്ലാം വളരെ വളരെ ഭംഗിയോടെ, വളരെ ഭക്തിയോടെ, അത് എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്, ഈ 9 ദിവസം ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ കൂടെയാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇവരെല്ലാവരും. ഇവർക്കെല്ലാം പ്രത്യേകം ഞാൻ അഭിനന്ദനങ്ങൾ നൽകുകയാണ്. 9 ദിവസം ഇന്ന് കഴിഞ്ഞ് നാളെ ഞങ്ങൾ പോകാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഇവർ ദൈവം വളരെ കനിവോടെയാണ് ഈ ബാച്ചിനെ കൊണ്ടു നടന്നത്. ഒരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോയി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ കോട്ടയം ജില്ലയിലെ വൈക്കം വെച്ചൂർ കുടവെച്ചൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജയശ്രീ. ബഹുമാനപ്പെട്ട ജേക്കബ് മരിയദാസ് അച്ഛൻ നയിക്കുന്ന ആഭ്യന്തര കർമ്മ ധ്യാനം എന്ന ധ്യാനത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരു അനുഭവം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഇവിടെ വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ എനിക്ക് ഒരേ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മോൾ ഒരു 7 മാസം മുമ്പ് ഈശോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതിന് മുന്നേ ഒരു 3 വർഷം മുൻപ് എൻ്റെ ഹസ്ബൻഡും മരിച്ചു, എന്നെ വിട്ടു പിരിഞ്ഞു പോയി. അപ്പം ഈ ലോകത്തിൽ എനിക്ക് സ്വന്തമെന്ന് പറയാനിപ്പോൾ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്നത്. കഴിഞ്ഞ 7 മാസമായിട്ട് എനിക്ക് പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. കാരണം ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഡെയിലി രാവിലെ പോയി കണ്ടിരുന്നതും എൻ്റെ മോളുമായിട്ട് പോകുന്നതും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അതിനുശേഷം ഈശോയോട് എനിക്ക് അടുക്കാനോ പ്രാർത്ഥിക്കാനോ ജപമാല ചൊല്ലാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു. പിന്നെ കുർബാനയ്ക്കൊക്കെ ഒരു പേരിന് പോകുമെന്നല്ലാതെ അവിടെ ചെന്ന് നിന്നാലും ഒരു വാക്ക് എനിക്ക് കുർബാനയിൽ സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ പാട്ട് പാടാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. ഒരു കർമ്മം നിർവഹിക്കുന്ന പോലെ ചെയ്തിട്ട് പോരുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വചനമൊക്കെ കേൾക്കും. എനിക്ക് എവിടെ ചെന്നാലും ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ. ഞാൻ എപ്പോഴും വീടിൻ്റെ അകത്തൊരു മുറിയുടെ അകത്ത് കയറി ഇങ്ങനെ അടച്ചിരിക്കുക, മൊബൈലൊക്കെ നോക്കിയിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ ദൈവത്തോട് ഒരുപാട് അകന്ന് നിൽക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ ആ സമയത്ത് ശരിക്കും എന്നെ മനുഷ്യരാരുമല്ല ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, മാതാവാണ്. ഞാൻ ആകെ പോകുന്നത് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഞായറാഴ്ച ഒരു ദിവസം പോകും, പിന്നെ കൃപാസനത്തിൽ പോകും. അപ്പം ഞാൻ അവിടെ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും, അമ്മ എനിക്ക് ഈ ലോകത്തിൽ ഇനി എനിക്കൊന്നും കിട്ടാനില്ല, എനിക്കിനി എന്തെങ്കിലും എനിക്ക് ഈശോയെ എനിക്ക് വേണം, എനിക്കിനി ഈശോയെ അനുഭവിക്കണം, ആ ഈശോയെ എനിക്ക് കാണണം. ആ ഒരു ആഗ്രഹം ഞാൻ അമ്മയോട് മാതാവ് അപ്പം എന്നോട് പ്രാർത്ഥിക്കാനൊക്കെ വീട്ടിലൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഇനി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്ക് ഈശോയെ വേണം, ഈശോയെ എനിക്ക് നേരിട്ട് അറിയണം എന്നും ഞാൻ എപ്പോഴും പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നന്മ മരത്തിൽ ഞാൻ ഈ ധ്യാനത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരു വാക്കാണ് ആഭ്യന്തര കർമ്മ ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും അതിൽ ആളുകളുടെ അനുഭവങ്ങൾ പറയുന്ന കേട്ടപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ച് ഇവിടെ വരാനായിട്ട് സാധിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പങ്കെടുത്തിരുന്ന ഒരുപാട് ധ്യാനങ്ങളെക്കാളൊക്കെ വലിയൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. നമുക്ക് സ്പെഷ്യൽ ഒരു അറ്റൻഷൻ ദൈവത്തിൽ നിന്നും കിട്ടുകയും ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങളും സമയങ്ങളും കിട്ടി. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നന്നായിട്ട് കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചു. ആദ്യ ദിവസങ്ങളിൽ അച്ഛൻ്റെ ശുശ്രൂഷകൾ നമുക്ക് വചനത്തെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായൊരു കാഴ്ചപ്പാടും വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഒരുപാട് നല്ലൊരു വചനത്തിൻ്റെ ഒരു പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുകയുണ്ടായി. പിന്നെ നല്ലൊരു കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം, നല്ലൊരു കുമ്പസാരം നടത്താൻ സാധിച്ചു. അതിനേക്കാളൊക്കെ ഉപരി എന്നെയൊക്കെ സംബന്ധിച്ച് ഈ പൂർവികരുടെ
അതൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ പൂർവികരുടെ പാപശാപങ്ങൾ അതുവഴി നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു വിടുതലും ഒരു സ്വാതന്ത്ര്യവും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതിനുശേഷം എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ, ജപമാല ഒട്ടും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്ന എനിക്ക് ജപമാലകൾ ഞാൻ ഒരു ദിവസം 21 ജപമാല വരെ എനിക്കിപ്പോൾ ചൊല്ലാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മളൊരു അച്ഛൻ ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു 10 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ അപ്പം തന്നെ ജപമാല ചൊല്ലിക്കണം. അപ്പം ഞാൻ അതുപോലെ ഒരു കുറച്ച് സമയം പോലും കളയാതെ എനിക്ക് ആ പ്രാർത്ഥിക്കാനുള്ള ഒരു മടി, എന്തോ ഒരു കെട്ടുപോലാത്തൊരവസ്ഥയായിരുന്നു, എനിക്കൊന്നും സാധിക്കുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി പ്രാർത്ഥിക്കാൻ നന്നായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ നേരത്തെ നമ്മൾ വായിച്ച പോലെയല്ല, നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന പോലെ ഒരവസ്ഥ. വചനത്തിൻ്റെയൊക്കെ ഒരുപാട് വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എന്ന് പറയുന്ന പോലെ ആ വചനം നമുക്ക് നേരത്തെ നമ്മൾ ബൈബിൾ വായിക്കുന്ന പോലല്ല, ഇപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ഇറങ്ങി വരുന്നൊരവസ്ഥ ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നല്ലൊരു അവസ്ഥയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, നല്ലൊരു അന്തരീക്ഷം, നമുക്ക് നല്ലൊരു ഫ്രീഡമാണ് പ്രാർത്ഥനയിലും. ആരും നമ്മളെ ഒന്നും നിർബന്ധിക്കുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു നിർബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഒരു അഭിഷേകം ഒരു കൃപയും കിട്ടുവാണ് പ്രാർത്ഥിക്കാനും. കൂടുതൽ സമയം നമ്മൾ ദൈവത്തോട് സംസാരിക്കാനും ചേർന്ന് നിൽക്കാനും ഒക്കെ സാധിക്കും. പിന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഇവിടെ നല്ലതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ധ്യാനത്തിലൂടെ നല്ലൊരു ജീവിത രീതിയാണ് അച്ഛൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. യേശുവിനെ അനുഭവിച്ചുകൊണ്ട്, യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിച്ചു നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള നല്ലൊരു പരിശീലനവും പ്രാർത്ഥനയാണ് നമുക്കിവിടെ ലഭിച്ചത്. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ ഇത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബിൻസി. ഞാൻ കുടുംബമായിട്ട് ഓസ്ട്രേലിയയിൽ താമസിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ശാന്തമായ ഒരു സ്ഥലത്ത് ജീവിതത്തിന് തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഈശോയുടെ സാന്നിധ്യത്തിൽ കുറച്ച് ദിവസം ചെലവഴിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാദർ ജേക്കബ് മരിയദാസിൻ്റെ ഈ ധ്യാനത്തെക്കുറിച്ച് അറിയാൻ ഇടവന്നത്. വളരെയധികം ആഗ്രഹിച്ചു. ഇത് വന്ന് കൂടാനായിട്ട് ഒരു ഭാഗ്യം കിട്ടുകയും ചെയ്തു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ വിചാരിച്ചതിലും വളരെ മനോഹരമാണ് ഈ സ്ഥലം. അതുപോലെ തന്നെ താമസവും ഭക്ഷണവും ഒക്കെ വളരെ കംഫർട്ടബിളായിരുന്നു. ഈ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ധ്യാനം എന്നതിലുപരി ഇതൊരു ജീവിത ശൈലിയാണ്. അപ്പം ഈ ജീവിത ശൈലി നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചെന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് സന്തോഷകരമായി വിജയകരമായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്കതിനുള്ളൊരു കൃപ ലഭിക്കുന്നതാണ്. ആഭ്യന്തര കർമ്മ്യം എന്ന ഈ ധ്യാനത്തിലൂടെ ജേക്കബ് അച്ഛൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് തെരേസ്യൻ ആത്മീയതയാണ്. ഈ ധ്യാനത്തിൽ പങ്കെടുത്തതിലൂടെ വ്യക്തിപരമായിട്ട് എനിക്ക് കിട്ടിയ ഒരു അവബോധം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആയിരിക്കുന്ന നമ്മുടെ ആത്മാവ്, ആ ആത്മാവിൻ്റെ ഉള്ളിലായിരിക്കുന്ന ഈശോ, ആ ഈശോയിലേക്കുള്ള ഒരു ആത്മീയ യാത്രയാണിത്. അപ്പം ഈ യാത്രയിൽ നമുക്ക് ആദ്യം വേണ്ടത് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയ യാത്രയിൽ ഞാൻ എവിടെയായിരിക്കും, ഏത് സ്റ്റേജിൽ ഞാൻ ആയിരിക്കുന്നുവെന്നും ഇനി എത്രമാത്രം മുൻപോട്ട് പോകണമെന്നും എങ്ങനെ മുൻപോട്ട് പോകാൻ സാധിക്കുമെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഇതൊരു ജീവിത ശൈലി ആയതുകൊണ്ട് തന്നെ നമ്മുടെ യുവക്കൾക്കായിരിക്കും ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് ധാരാളമായിട്ട് നമ്മുടെ യുവാക്കൾ ഈ ധ്യാനത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ധ്യാനം എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാര്യം നമുക്ക് 9 ദിവസമുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും ആവശ്യത്തിന് സമയമുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മളെ തന്നെ ഒന്ന് പീസ്ഫുള്ളായിട്ടിരുന്നൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും, അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈശോയെ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇങ്ങനെ പാപങ്ങളൊക്കെ നമുക്ക് തന്നെ ഒന്ന് കണ്ടുപിടിക്കാനും, അത് ഒക്കെ ഒന്ന് കുമ്പസാരിക്കാനും
അങ്ങനെ ഒരു പ്രാവശ്യം പോരെങ്കിൽ പലതവണ കുമ്പസാരിക്കാനും അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സാക്ഷി കോൺഷ്യൻസ് ഒന്ന് ക്ലീൻ ആക്കാനും അങ്ങനെ ഒക്കെ വളരെ അനുഭവമായിരുന്നു കുമ്പസാരം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ എനിക്ക് അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവർക്ക് വേണ്ടി ജപമാല സമർപ്പിക്കുകയും അതും കൂടെ നമ്മുടെ വിശുദ്ധ ബലിയിൽ ആ നിയോഗത്തിന് വേണ്ടി തന്നെ ബലി അർപ്പിക്കുകയും അപ്പം ആ ബലിയിൽ ഈശോയെ തിരുവോസ്തിയിലും തിരുരക്തവും സ്വീകരിച്ചപ്പോൾ തന്നെ എനിക്ക് ബോഡിയിൽ തന്നെ ഞാൻ പോലും വിചാരിച്ചിരുന്നതല്ല, പക്ഷെ ബോഡിയിൽ എനിക്ക് അതിൻ്റെ എഫക്റ്റ് അന്നേരം തന്നെ മനസ്സിലാക്കാൻ പറ്റി. ഒരു ഹീലിംഗ് പോലെയൊക്കെ നടക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാക്കാനും അങ്ങനെ എനിക്ക് ഫുഡ് ഇൻടേക്കിൻ്റെ ഫുഡ് കഴിക്കുമ്പം ദേഹത്ത് പിടിക്കാതിരിക്കുക അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പം മുതൽ തന്നെ ധ്യാനത്തിനും പിന്നെ വീട്ടിൽ വന്നിട്ടും ഒക്കെ സഡനായിട്ട് തന്നെ ബോഡി നമ്മൾ കഴിക്കുന്നത് ഫുഡ് ദേഹത്ത് പിടിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര അനുഭവമായിപ്പോയി. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ കർമ്മലീത്ത വിശുദ്ധരുടെ ആധ്യാത്മികതയൊക്കെ പഠിപ്പിക്കുമ്പം അത് ഓരോ തലങ്ങളും എങ്ങനെ പോകണം, ഓരോ തലങ്ങളിലും എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അറിവും അവർക്ക് കർമ്മലീത്ത അച്ഛന്മാർ തന്നെ ആയതുകൊണ്ട് അറിവും അവർ തരും. അതുപോലെ തന്നെ അവർക്ക് ഈ ഫോർമേഷൻ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അവർക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് അവർ നമ്മളെ ഈ 9 ദിവസവും മെഡിറ്റേഷനും ഉണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ. അപ്പോൾ അതെങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണമെന്നും അപ്പോൾ ഈ 9 ദിവസം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇതുകൊണ്ട് ഗുണമുണ്ടെന്ന് നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. അപ്പം ഈ നമുക്ക് പൊതുവായിട്ട് നമ്മൾ ഈ സമൂഹത്തിൽ നിൽക്കുമ്പം നമുക്കുള്ള ഒരു അറിവുണ്ട്, ഈശോയെക്കുറിച്ചുള്ള അറിവുണ്ട്. പക്ഷേ അറിവിൽ നിന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് വിശ്വാസത്തിലൂടെ ഈശോയെ അനുഭവിക്കാനും എനിക്ക് സാധിച്ചു. ഒരുപടി കൂടി എൻ്റെ വിശ്വാസം ഈശോയിലുള്ളത് മറ്റാരും ചലഞ്ച് ചെയ്യാത്ത രീതിയിൽ അറിവിൽ നിന്ന് വിശ്വാസത്തിലൂടെ അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ധ്യാനം വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. പ്രൈസ് ഗോഡ്. ഇപ്പം വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യത്തിൽ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് നന്മ മരത്തിലൂടെ ഇന്ത്യ കാസിൽ എന്നുള്ളൊരു ധ്യാനത്തിൻ്റെ കാര്യം അറിയുന്നത്. നമ്മുടെ ജേക്കബ് അച്ഛൻ നയിക്കുന്നത് ഇന്ത്യ കാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ബുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ വായിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം വായിച്ചാൽ തീരെ മനസ്സിലാവാത്ത പല രീതിക്കുള്ള ബുക്ക്സ് വായിച്ചിട്ടുണ്ട്, ഫിക്ഷണൽ നോൺ ഫിക്ഷണൽ പഠിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു ബുക്ക് മാത്രം എനിക്ക് ഒട്ടും മനസ്സിലാവാതെ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയൊരു ബുക്കാണ്. അപ്പം ഇതായിരുന്നു ശരിക്കും പറഞ്ഞൊരു ക്യൂരിയോസിറ്റി, എന്തായിരിക്കും ഈ ഒരു ധ്യാനത്തിൻ്റെ സ്റ്റൈലെന്നൊക്കെ. അപ്പോൾ ആ ക്യൂരിയോസിറ്റിയോടെയാണ് ഞാനിവിടെ വന്നത്. ഇപ്പം നമ്മുടെ എല്ലാ ജനറേഷനിലും ഉള്ള ഒരു മെയിൻ പ്രോബ്ലമാണ് എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കണം, ഭയങ്കര തിടുക്കം വേണം, അതേപോലെ തന്നെ ഒരു കാംനെസ് ഇല്ല. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കിട്ടുമെന്നും ഞാനിവിടെ വന്നപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആസ് ഡേയ്സ് ഗോൺ ബൈ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കാനും ആഴത്തിലൊന്ന് സമാധാനമായിട്ട് ഇരിക്കാനും ഈശോയുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് അനുഭവിക്കാനും ഒക്കെ ഉള്ളൊരു കൃപ കിട്ടിയിരുന്നു. അതേപോലെ തന്നെ ഫാമിലി ട്രീയുടെ ഒരു ക്ലെൻസിങ്ങും അങ്ങനത്തെ ഒരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ അതിലൂടെ കുറേ നമ്മുടെ കെട്ടുകളും പാപങ്ങളും അതിലൊക്കെ ഒരു ക്ലെൻസിങ്ങും, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കുറേ വൂണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തതോ അങ്ങനെയുള്ള മാറാത്ത ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും തോട്ട്സോ ഫീലിങ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഭയങ്കര ഈസി ആയിട്ട് ഞാൻ പല തവണ പല രീതിയിൽ പല തെറപ്പിയിലൂടെയൊക്കെ, അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് തെറപ്പിയിൽ നമ്മുടെ ഫീലിങ്സൊക്കെ എഴുതി ഇങ്ങനെ ഒന്ന് കളയുന്ന പോലത്തെ ഒരു തെറപ്പിയാണത് ആക്ച്വലി. അപ്പോൾ അതുപോലെയൊക്കെ ട്രൈ ചെയ്തിട്ടും മാറാത്തൊരു കാര്യം എനിക്ക് ഈ ധ്യാനത്തിലൂടെ എനിക്ക് ഈശോ തന്നു. അതേപോലെ തന്നെ കുറേയും കൂടെ വചനം ആഴത്തിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഭയങ്കരമായിട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നു വായിക്കുമ്പോഴൊക്കെ. അതേപോലെ തന്നെ ഇവിടെ ഈ ധ്യാനം നടക്കുന്നത് ആവില എക്കോ സ്പിരിച്വാലിറ്റി സെൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പം ഇവിടെ ഭയങ്കര കാംനെസ്സാണ്. നമ്മുടെ എന്താ പറയുന്നത് ഹാർട്ട് ബീറ്റ് വരെ കേൾക്കുന്ന രീതിക്കുള്ള ഭയങ്കര ഒരു കാംനെസ്സാണ്. ആക്ച്വലി ഈ ഒരു എൻവിറോൺമെൻറ്റ് ഈ ഒരു ധ്യാനത്തിന് ഭയങ്കര ബൂസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ട്രാവൽ ചെയ്യുന്നുണ്ട്, പക്ഷേ എത്ര ആൾക്കാരാണ് ശരിക്കും നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് കാണാൻ പറ്റുന്ന നേച്ചറിൽ. അപ്പോൾ ആ ബ്യൂട്ടിയൊക്കെ ഒന്ന് അനുഭവിക്കാനും ഒക്കെ സാധിച്ചു. അപ്പം പ്രൈസ് ഗോഡ്.
എപ്പോഴും ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. എന്നാലും എനിക്ക് അങ്ങോട്ട് മനസ്സിലേക്ക് ഇത് ഇരിക്കുക പെട്ടെന്ന് വിട്ടുപോകണ പോലെയാണ്. അപ്പം ഇവിടെ വന്നത് കേട്ടപ്പോൾ എനിക്ക് ഈശോയോട് ഒന്നുകൂടെ അടുക്കാൻ തോന്നുന്നുണ്ട്. കാര്യം എന്നും പള്ളിയിലൊക്കെ പോകുന്നതായിരുന്നു. ഇപ്പോൾ എനിക്ക് മേലാത്തതുകൊണ്ട് വലിയ പോക്കില്ലെന്നേ ഉള്ളൂ. അപ്പം നല്ല ഒരു ധ്യാനമായിരുന്നു. ഇനി ഞങ്ങൾ ഇനി വരുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ കണ്ടിട്ട് നല്ല പൂക്കളും ചെടികളും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു. നന്ദി. ഞാൻ തൃശ്ശൂർ വിയ്യൂരിൽ നിന്നാണ് വരുന്നത്. ഈ ഇവിടുത്തെ ധ്യാനത്തിന് എൻ്റെ അനിയത്തിയുടെ മോള് മിർലാൻഡിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ല ധ്യാനമായിരുന്നു. പൂർവികരെ പറ്റി അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി അവർ ചെയ്ത പാവങ്ങളെല്ലാം ഓർത്ത് മനസ്തപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 15 പൂർവികർക്ക് വേണ്ടി 15 ജപമാല ചൊല്ലി അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എല്ലാം കൊണ്ടും നല്ലൊരു ധ്യാനമാണ്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ അനിയത്തിയാണ് ഈ ധ്യാനം കൂടാൻ എനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് തന്നത്. എനിക്ക് ഇവിടെയൊന്നും ഒരു പരിചയമില്ല, ആരെയും അറിയില്ല, അങ്ങനെയായിരുന്നു. ഈ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ടെൻഷനായിരുന്നു, എങ്ങനെയാണ് ഇവിടെ വന്നാലുള്ള അന്തരീക്ഷം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിലും സന്തോഷമായി. കാരണം നല്ല അന്തരീക്ഷം, നല്ല എല്ലാം പെരുമാറ്റമൊക്കെ അച്ഛന്മാർ എല്ലാവരും നല്ല രീതിയിലാണ് പെരുമാറിയതും. ധ്യാനമാണെങ്കിൽ ഈ 15 തലമുറകളെ വിശദീകരിക്കുന്ന ധ്യാനമൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൂടുന്നത്. വിശദീകരിച്ചുള്ള പ്രാർത്ഥനയൊക്കെ പിന്നെ പല സ്ഥലത്ത് ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. നല്ല എന്താ പറയുക, 9 ദിവസമൊന്നും കഴിഞ്ഞത് അറിഞ്ഞില്ല. ഈശോ ഒറ്റയ്ക്കൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനും നല്ല സൈലൻ്റായൊരു അന്തരീക്ഷം. ഈ ധ്യാനം എല്ലാവരും വന്ന് കൂടണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ധ്യാനം നയിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും അച്ഛനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. ഈ ധ്യാനത്തിന് വരുമ്പോൾ ആദ്യം തന്നെ ഒരു മനസ്സിലുണ്ടായത് ധ്യാനിക്കാൻ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാലത്ത് നമ്മളൊരു 6 മണി തൊട്ട് 7 മണി വരെ ധ്യാനമാണ്. അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം അത് നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മളിങ്ങനെ കുറേ പ്രാർത്ഥനകളിങ്ങനെ എത്തിക്കും എന്നല്ലാണ്ട് ധ്യാനം എന്നെ കുറിച്ചൊരു ഐഡിയ കറക്റ്റായിട്ട് ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാലത്ത് നിന്ന് ഇങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഒരു ജീവിതശൈലിയാക്കി എടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അതാണ് നമ്മളവിടെ അച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്നതും മെയിനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെയുള്ളത് നമ്മുടെ തലമുറ വിശദീകരണമാണ് ഒരു പ്രത്യേകത തോന്നിയത്. അതൊരു ഈ ധ്യാനത്തിന് ഞാൻ പ്രത്യേകിച്ച് കണ്ടേക്കണം, അങ്ങനെ ഒരു വേറെ സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ അടുത്ത് ബുദ്ധിയുടെയും ഓർമ്മയുടെ വിശദീകരണം, അങ്ങനെ ഒരു പ്രത്യേകത ഒരു ശുശ്രൂഷ ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ 7 സാധനങ്ങൾ നമ്മുടെ അമ്മ തെരേസയുടെ ആളുടെ കടന്നു പോയിട്ടുള്ള അതിനെക്കുറിച്ചാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം അതൊരു ജീവിതശൈലിയാണ്. അതിലൊരു നമ്മൾ ഏതാ ലെവലിൽ നിൽക്കണേന്നൊക്കെ നമുക്ക് തന്നെ ചിന്തിക്കാം. അങ്ങനത്തെ ഒരു നമ്മൾ പരിശീലിക്കാനാണ് ഇവിടെ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത് അച്ഛൻ. പിന്നെ നമ്മുടെ ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് ലെവലുകൾ പഠിപ്പിക്കുന്നുണ്ടായി അച്ഛൻ. അപ്പോൾ അത് നമ്മുടെ എനർജി ലെവൽ ഏതാണെന്ന് തിരിച്ചറിയാനും നമുക്ക് ഉയർത്താനും അത് നമ്മൾ ഉപകരിക്കും. അങ്ങനെ ഒരു സാധാരണ നമ്മുടെ മറ്റ് ധ്യാനങ്ങളൊക്കെ വെച്ചിട്ട് ഈ ധ്യാനം വേറെ തരത്തിലൊരു ധ്യാനമാണ്. ഇത് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ധ്യാനമാണ്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാതും വളരെ സൈലൻ്റാണ്. അപ്പം അച്ഛനും അതുപോലെ വളരെ ഫ്രീ ആയിട്ട് നമ്മളൊപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ കുമ്പസാരമൊക്കെ നമ്മൾ വളരെ സമയമെടുത്ത് നല്ലൊരു കുമ്പസാരമായിരുന്നു. ആ കുമ്പസാരം കഴിയുമ്പോൾ നമ്മൾ കുറേ ഫ്രീ ആവുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ധ്യാനമായിട്ട് തോന്നി. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അമ്മ ത്രേസ്യായെ പറ്റി ചെറിയൊരു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെയുള്ളത് മാഹിപ്പള്ളിയിലുള്ള അമ്മ ത്രേസ്യായുടെ പള്ളിയിൽ എല്ലാ വർഷവും പോകും. അത് വലിയൊരു ഉത്സവമാണ്. അത് കാത്തിരിക്കും എല്ലാ വർഷവും. അത് വലിയൊരു സംഭവം പോലെ പോകും. അതിലപ്പുറം വലിയ അറിവൊന്നും ഇല്ലായിരുന്നു അമ്മ ത്രേസ്യായെ പറ്റി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വന്നത് തന്നെ മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടു പോകാമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛന് ആഭ്യന്തര ഹർമ്മ്യം പറഞ്ഞത് ഇത്ര വലിയ ഹർമ്മ്യം ഉണ്ടോ എന്ന് ഓർത്തു പോയി. ഒരുപാടൊന്നും കിട്ടിയില്ല, എന്നാലും ഒരു കൈക്കുമ്പിളിൽ കുറച്ച് കാര്യങ്ങൾ കിട്ടി. അത് തന്നെ വലിയൊരു മുതൽക്കൂട്ടാണ്. അവരോടൊക്കെ പോയി പറയും, എല്ലാവരും ഈ ധ്യാനത്തിന് പറഞ്ഞു വിടും. കൂടുതലൊന്നും പറയാനില്ല.